വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം 20 വാക്യം. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടിയാൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് യേശു ക്രിസ്തു മാനവരാശിക്ക് ഉറപ്പ് നൽകുകയാണ്. 2-3 പേർ ഒരുമിച്ച് കൂടുന്നത് പ്രാർത്ഥിക്കുവാനാണെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാനാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരും. അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് ആ ദൈവത്തിന്റെ ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെയും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ വലിയ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ പരമ്പരയിലൂടെ നമ്മൾ ശ്രവിക്കുന്നതും ഈ പെന്തക്കോസ്റ്റൽ ഡേയിലേക്ക് ഒരുങ്ങുവാനുള്ള ഈ ഒരു സമർപ്പണത്തിന്റെ സമയത്ത് നമ്മളെ സഹായിക്കുവാൻ ഈ ലോക ചരിത്രത്തിൽ ഒരുവനേ ഉള്ളൂ. അത് നസ്രായനായ യേശു ക്രിസ്തു നമുക്കായി ഒരുക്കി വെച്ച വാഗ്ദത്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ എളിയ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനും ദൈവത്തിന്റെ വചനം പഠിക്കുവാനും കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നെഗറ്റിവിറ്റികളും, എല്ലാ പ്രതികൂലങ്ങളും, സങ്കടങ്ങളും, നിരാശകളും, വേദനകളും, ഒറ്റപ്പെടലുകളും എല്ലാം മാറിപ്പോയി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ 2-3 പേർ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ അങ്ങ് വരും, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകും എനിക്ക് ഉറപ്പുണ്ട്. എന്ന് ആ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ആത്മാവാണ്. റോമാലേഖനം 8 അധ്യായം 26 വാക്യം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് സെന്റ് പോള് റോമാലേഖനത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഇത് ഓരോ വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന്റെ വചനമാണ്. ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല, എന്ത് പ്രാർത്ഥിക്കണമെന്നറിയില്ല, എങ്ങനെ മുന്നോട്ട് പോകണം, എവിടെ തുടങ്ങണം എന്നറിയാതെ ഒരു നിശബ്ദമായി മുന്നോട്ട് പോകാനാവാതെ നിൽക്കുന്ന സമയത്ത് നമ്മളെ പരിശുദ്ധാത്മാവ് വിട്ടുകളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സഹായകനായി എത്തുകയാണ്. ആത്മാവ് നമ്മളുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്കറിയാം മനുഷ്യൻ ബലഹീനനാണ്. ശാരീരികതയിൽ ബലഹീനതയുണ്ടാകാം, മനസ്സിൽ ക്ഷീണമുണ്ടാകാം, വിശ്വാസത്തിൽ തളർച്ചയുണ്ടാകാം, പ്രാർത്ഥനയിൽ മരവിപ്പുണ്ടാകാം, അല്ലെങ്കിൽ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ വീർപ്പുമുട്ടുന്ന അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനം നൽകുന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ്. നമ്മുടെ ബലഹീനത കാണുമ്പോ, നമ്മുടെ പ്രതികൂലം കാണുമ്പോ, നമ്മുടെ ക്ഷീണം കാണുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുകളയാതെ സഹായിക്കുവാനായി നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ്. ഇവിടെയാണ് സെന്റ് പോളിനോട് ദൈവം പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കുക. 2 കൊരിന്ത്യൻസ് 12 അധ്യായം 9 വാക്യത്തിൽ, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ
ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അതായത് ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടുകൂടി എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എന്ന് സെന്റ് പോൾ പറയുമ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എൻ്റെ ബലഹീനതയിലാണ്. എൻ്റെ കുറവുകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യം, അത് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. സെന്റ് പോളിന് ഉദരസംബന്ധമായ ഒരു പ്രതികൂലം, ഒരു രോഗം, തിയോളജിയൻസ് ക്യാൻസർ പോലെ ഒരു രോഗം സെന്റ് പോളിനെ ബാധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. സെന്റ് പോളിന്റെ കർച്ചീഫ് ഒരു രോഗിയുടെ മേൽ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രോഗിയുടെ മേൽ ആ കർച്ചീഫിൽ നിന്നും സൗഖ്യം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സമയം, അല്ലെങ്കിൽ സെന്റ് പോൾ പ്രാർത്ഥിക്കുമ്പം നിരവധി രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന ഒരു സമയത്ത് സെന്റ് പോളിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലത്തെ നേരിടുകയാണ്. 3 പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ സെന്റ് പോൾ പ്രാർത്ഥിച്ചു ഒരു സൗഖ്യത്തിന് വേണ്ടി. ഈ സമയം ദൈവം സെന്റ് പോളിനോട് പറയുകയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി, നിനക്കെന്റെ കൃപ മതി. ആ കൃപയിൽ നമ്മൾ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കും. അപ്പോൾ എന്തു പ്രശ്നമുണ്ടെങ്കിലും അത് അതിജീവിക്കുവാനുള്ള കരുത്ത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രശ്നങ്ങളുടെ നടുവില്, ചില വേദനയുടെ നടുവില്, ചില ഒറ്റപ്പെടലിന്റെ നടുവില്, ആരുമില്ലെന്ന് തോന്നുന്ന സാഹചര്യങ്ങളില് വാക്കുകൾ ലഭിക്കാതെ കടന്നു പോകുന്ന സമയത്ത്, അത് വീട്ടിലെ വേദനിപ്പിക്കുന്ന ചില സാധ്യതകളോ സാഹചര്യങ്ങളോ ആകാം, മക്കളെ ഓർത്തുള്ള വിഷമമാകാം, രോഗത്തിന്റെ ഭാരമായിരിക്കാം, ഭർത്താവിന്റെ മദ്യപാനമായിരിക്കാം, സാമ്പത്തിക പ്രയാസങ്ങളും കടബാധ്യതയുടെ ഭാരവും, അതുപോലെ തന്നെ നിരവധി ആത്മീയമായ പോരാട്ടങ്ങൾ, വിവാഹ തടസ്സം, ജോലിയില്ലാത്ത സാഹചര്യം, കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ മനുഷ്യന്റെ നിസ്സഹായതയിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവമേ ഞാൻ എന്തു ചെയ്യണം, മനസ്സ് വേദനിച്ച് ഒന്നും ചെയ്യാനാവാതെ മരവിച്ചിരിക്കുന്ന ചില നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ചില നെടുവീർപ്പുകൾ, നമ്മുടെ മനസ്സിന്റെ അകത്തുനിന്ന്, ഹൃദയത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന ചില വേദനയുടെ ചില നെടുവീർപ്പുകൾ ദൈവത്തിന്റെ സന്നിധിയില്, അത് വാക്കുകളാകാം, അല്ലെങ്കിൽ വിവരിക്കാൻ കഴിയാത്ത ചില നെടുവീർപ്പുകളാകാം. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് ബൈബിള് പഠിപ്പിക്കുകയാണ്. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ചില പ്രാർത്ഥനകളിൽ വാക്കുകളില്ല, ചില പ്രാർത്ഥനകളിൽ ശബ്ദമില്ല, അവിടെ കണ്ണുനീരിന്റെ അനുഭവം മാത്രമായിരിക്കും. ഹല്ലേലൂയ. നിശബ്ദമായ വേദനയുടെ, അല്ലെങ്കിൽ ഉള്ളിലെ അതിവേദനയുടെ സാഹചര്യത്തില്, തകർന്ന ഹൃദയത്തിന്റെ നെടുവീർപ്പില് പരിശുദ്ധാത്മാവ് ഈ നെടുവീർപ്പുകളെ ദൈവസന്നിധിയിലേക്ക് എടുക്കുകയാണ്, അത് പ്രാർത്ഥനയായി മാറ്റുകയാണ്. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുന്നത്? ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് കടന്നു പോയത്. ഏലി പ്രവാചകൻ പോലും വന്ന് എന്താ പറയുന്നത്, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഹന്നയെ കാണുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി ഭാരപ്പെട്ടിരിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നത് നമുക്ക് ആ ഒരു മേഖലയിൽ കാണുവാൻ പറ്റും. ശമൂവേൽ പ്രവാചകനെയാണ് ആ പ്രാർത്ഥനയിലൂടെ ലഭ്യമായത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ കരയുമ്പോ ദൈവം നമുക്ക് അകലെയല്ല എന്ന് കരുതണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി അപേക്ഷിക്കുക. യേശുക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി ഈ അപേക്ഷ ദൈവസന്നിധിയിൽ എത്തിക്കുകയാണ്.
നമ്മൾ മുമ്പും ഈ ഒരു വാക്യം കേട്ടതും കണ്ടതുമാണ്. റോമാലേഖനം 8:34 മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥന്റെ റോളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോൾ സ്വർഗത്തിൽ ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കായി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു അത് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കുന്നു. പിതാവായ ദൈവം നമ്മളുടെ ആവശ്യങ്ങളെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മളുടെ കണ്ണുനീര് കാണുന്നു, നമ്മുടെ കരച്ചിലിന്റെ അല്ലെങ്കിൽ ആ കരച്ചിൽ കേൾക്കുന്ന ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയുന്നത്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് എതിര് നിൽക്കുക? ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നമുക്ക് ഒരു പരിപൂർണത ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആത്മാവ് നമ്മുടെ ഹൃദയം അറിയുന്നത് കൊണ്ട് നമ്മൾ കരയുന്ന സമയത്തായിരിക്കാം നമ്മുടെ കരച്ചിലും നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയാണ്. വാക്കുകൾ ഇല്ലെങ്കിലും നമ്മുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ സംസാരിക്കും. കാരണം നമ്മുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്, കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളുടെ ബലഹീനത എന്ന് പറയുക, പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള ബലഹീനത എന്ന് പറയുക നമ്മുടെ പരാജയമല്ല, പക്ഷെ അത് ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കുവാനുള്ള സാഹചര്യമായി പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. ഇന്നും വിശ്വാസികളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ലോകം ഒരുപക്ഷെ നമ്മളുടെ ശബ്ദം കേൾക്കുകയില്ല, പക്ഷേ നിന്റെ നെടുവീർപ്പ് പോലും ദൈവം കേൾക്കും. അതായത് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ കരുത്തുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഓർക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിർജീവ പ്രവൃത്തിയായി മാറും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു സത്യത്തെ തിരിച്ചറിയുവാൻ നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരു മേഖല നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഫലം ഉണ്ടാക്കുന്നു. ഫലം തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എട്ടാമതായി നമ്മൾ പഠിക്കുന്ന ഈ മേഖല, പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു. അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അതായത് ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ യഥാർത്ഥ അടയാളങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പുറത്ത് കാണപ്പെടുന്നത് ആത്മാവിന്റെ വരങ്ങൾ മാത്രമല്ല, ആത്മാവിന്റെ ഫലങ്ങൾ കൂടിയാണ്. ആത്മാവിന്റെ വരം എന്ന് പറയുമ്പോൾ അത് ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. എന്നാൽ ഫലം, ആത്മാവിലൂടെയുള്ള ഫലം ദൈവം നമ്മളിലൂടെ വളർത്തുന്നതാണ്. അതായത് നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നതാണ്. അത് നമ്മിൽ വളരുന്നതാണ്, ദൈവം നമ്മിൽ വളർത്തുന്നതാണ്. അപ്പം വരവും ഫലവും ഇത് രണ്ടും, വരം ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്നു, ഫലം നമ്മുടെ സ്വഭാവത്തിന് വേണ്ടി ഉള്ളതാണ്. അപ്പൊ ആത്മാവിന്റെ ഫലം ഒന്നേ ഉള്ളുവെങ്കിലും
അതിന് 9 ഗുണങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാ പറയുക. ആത്മാവിന്റെ ഫലങ്ങൾ എന്നല്ല, ഫലമാണ്. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഫലമാണ്. ആത്മാവിന്റെ ഫലം ഒന്നേ ഉള്ളൂ, 9 ഗുണങ്ങളാണുള്ളത്. ഇംഗ്ലീഷിൽ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാ പറയുക. ആത്മാവിന്റെ ഫലങ്ങൾ എന്നല്ല, ആത്മാവിന്റെ ഫലം. ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഏകവചനമാണ് ഉപയോഗിക്കുക, ഫ്രൂട്ട് എന്ന ഏകവചനം. അപ്പം പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ 9 വേറിട്ട ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരു സമഗ്ര ദൈവിക സ്വഭാവം ആ വ്യക്തിയിൽ വളർന്നു വരും. അതിൻ്റെ ഗുണങ്ങൾ അഥവാ ആ പ്രകടനങ്ങൾ 9 ഗുണമായി നമുക്ക് മനസ്സിലാക്കുവാനും കാണുവാനും പറ്റും. അതാണ് നമ്മൾ മുമ്പേ കണ്ട സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഒരു ഫലത്തിന്റെ 9 രുചികൾ പോലെയാണ് നമുക്കിത് മനസ്സിലാക്കുവാൻ പറ്റുക. ഒരു പഴത്തിന്റെ, അതായത് 9 കഷണം പോലെ ആയിരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും ഒരു ദൈവിക സ്വഭാവം വളരുകയാണ്. ഹല്ലേലൂയ. മരത്തിന്റെ വേര് വിശുദ്ധമെങ്കിൽ ഫലവും നല്ലത് തന്നെ എന്ന് ബൈബിള് പറയുന്നുണ്ട്. അതായത് ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ജീവിതം നല്ലതാകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ാമത്തെ വാക്യത്തില് നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കണ്ടു, ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലം അത് 9 ഗുണങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുമ്പോ അത് ഓരോന്നോരോന്നും എന്തെന്ന് നമ്മളൊന്ന് പഠിച്ചാൽ 9 ഫലങ്ങൾ. 1 ലവ്, സ്നേഹം, അല്ലേ? ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യം, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. സ്നേഹം ക്ഷമിക്കുന്നുണ്ട്. സ്നേഹം സഹായിക്കുന്നുണ്ട്. സ്നേഹം ശത്രുവിനെ പോലും അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹമില്ലായ്മ എന്ന് പറയുന്നത് ഒരു ആത്മീയ ശൂന്യതയാണ്. 1 കൊരിന്ത്യൻസ് 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യം എടുത്താൽ സെന്റ് പോൾ സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വളരെ കൃത്യമായി സെന്റ് പോൾ പഠിപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകൾ ഇല്ലാതെയാകും, വിജ്ഞാനം തിരോഭവിക്കും, നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്.
പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സ്നേഹത്തെക്കുറിച്ച് സെന്റ് പോൾ പഠിപ്പിക്കുമ്പം സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പം ഇന്നത്തെ ആത്മീയ ഗോളമെടുത്താൽ പകയും വിദ്വേഷവും പാരവെപ്പും ചതിയും ഇല്ലേ, ഏതെല്ലാം തരത്തിലാണ് ആത്മീയ ഗോളത്തിൽ പോലും ഇന്ന് നമുക്കിത് കാണുവാൻ പറ്റുക. അപ്പൊ യഥാർത്ഥത്തിൽ കപടതയുടെ സ്നേഹത്തെ കാണിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നതിനെ എല്ലാം നിങ്ങൾ തിരിച്ചറിയാൻ പരിശ്രമിക്കണം. സ്നേഹമാണ് സർവോത്കൃഷ്ടം, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, രണ്ടാമതായി പറയുന്നത് ജോയ്, സന്തോഷം. സാഹചര്യങ്ങൾ മാറിയാലും ഉള്ളിൽ ഉണ്ടാകുന്ന ദൈവീകമായ ആനന്ദമാണ് സന്തോഷമെന്ന് പറയുക. നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം എടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പരസ്യമായി വായിക്കുന്ന ജനത്തെ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ആ വചനം വായിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയാൽ കരയുന്ന സാഹചര്യം ആ ദൈവജനത്തിന്റെ ഇടയിലുണ്ടായി. ഈ സമയം നെഹമ്യാ പ്രവാചകൻ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കത് കൃത്യമായി കാണാൻ പറ്റും. നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുര വീഞ്ഞും കഴിക്കുക, ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിഷമിക്കരുത്, അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. സന്തോഷമെന്ന് പറയുക ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നതാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം എന്താ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടരുത് എന്നാണ് സെന്റ് പോൾ പഠിപ്പിക്കുക. എന്താണ് പറയുന്നത്? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമെന്നാണ്. നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഭരിക്കും എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും മാത്രമാണ്. എപ്പോഴും ഇടതടവില്ലാതെ സന്തോഷിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക. സെന്റ് പോൾ അത് വളരെ കൃത്യമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് സമാധാനം, പീസ്. കൊടുങ്കാറ്റടിക്കുന്ന പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പ്രതികൂലങ്ങളും പ്രക്ഷോഭങ്ങളും പുറത്തോ അല്ല ലോകത്തോ നടന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തതയുണ്ടെങ്കിൽ അതാണ് നമുക്ക് ദൈവം നൽകുന്ന സമാധാനമെന്ന് പറയുക. ഇപ്പം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ എടുത്താൽ യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ഇല്ലേ? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് നമ്മളോട് യേശുക്രിസ്തു പറയുന്നുണ്ടെങ്കിൽ, ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമെങ്കിൽ ഒന്നും നമുക്കെതിരെ ഫലപ്രദമായി ആവിഷ്കരിക്കുവാൻ അന്ധകാര ശക്തിക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ. 4-ാമത്തെ മേഖല എന്ന് പറയുക ക്ഷമയാണ്, പേഷ്യൻസ്. കാത്തിരിക്കുവാനുള്ള കഴിവ്, മനുഷ്യരെ സഹിക്കുവാനുള്ള കഴിവ്, ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ക്ഷമ, പേഷ്യൻസ് നമ്മുടെ ലൈഫിൽ കടന്നു വരും. സങ്കീർത്തനം 37-7
ബൈബിള് പറയുന്നു, കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. ക്ഷമ. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, നമുക്ക് അങ്ങനെ ഒരു പേഷ്യൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ക്ഷമിക്കുവാൻ പറ്റുന്ന ആ മേഖല, ക്ഷമ അൺഫോർഗീവ്നെസ് അല്ല, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലയല്ല. ഇതൊരു പേഷ്യൻസ്. നമുക്ക് ഒന്ന് എന്താ പറയുക, ഒരു പ്രതികൂല കാലാവസ്ഥകളൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അതിനോടൊന്നും പ്രതികരിക്കാതെ നമ്മൾ ആ പേഷ്യൻസിൽ ഒരു ക്ഷമ എടുത്ത് നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. അഞ്ചാമത്തേതെന്ന് പറയുക ദയ, കൈൻഡ്നസ്. വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ സൗമ്യതയുള്ള ഒരു സാഹചര്യം. എഫെസ്യ ലേഖനം 4:32 പറയുന്നു, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറണം. എന്ന് വെച്ചാൽ ദയയുള്ളവരായിരിക്കണം എന്ന് സെന്റ് പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ആറാമത് നന്മ, ഗുഡ്നസ്. നല്ലത് ചിന്തിക്കുക, നല്ലത് സംസാരിക്കുക, നല്ലത് ചെയ്യുക. എപ്പോഴും നല്ലത് മാത്രം നമ്മുടെ നാവിൻ്റെ നാവിൻ്റെ തുമ്പത്ത് എപ്പോഴും ആ നന്മയല്ലാതെ ഒരു കാരണവശാൽ പോലും ഒരു നെഗറ്റീവായ വാക്കു പറയാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ സാധിക്കാതെ വരുന്നിടത്താണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കാൻ പറ്റുമ്പോഴാണ് ആ നന്മയുടെ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ വരിക. സങ്കീർത്തനം 23:6, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും, കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എപ്പോഴും നമുക്ക് നന്മയുണ്ടാകും. ഒരു തിന്മയായത് സംഭവിക്കുമെന്നുള്ളത് ചിന്തിക്കാതെ എപ്പോഴും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ നല്ലത് പറയണം. ഹല്ലേലൂയ. ഏഴാമത്തെ മേഖല എന്ന് പറയുക വിശ്വസ്തതയാണ്, ഫെയ്ത്ത്ഫുൾനെസ്. അത് ദൈവത്തോടാകാം, മനുഷ്യരോടാകാം, ജീവിത പങ്കാളിയോടാകാം, എവിടെയായാലും നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വഭാവ വിശേഷണമായി നമ്മിൽ നിറയണം. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16:10 ഇങ്ങനെ പറയുകയാണ്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. അതായത് ചെറിയ കാര്യത്തിൽ അവിശ്വസ്തതയാണെങ്കിൽ വലിയ കാര്യത്തിലും അവിശ്വസ്തത കാണിക്കും, അവിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് ഏത് കാര്യം, അത് ചെറുതായാലും വലുതായാലും വിശ്വസ്തയോടുകൂടി സത്യം പറയുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നേച്ചർ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. അത് ദൈവത്തിന്റെ സ്വഭാവമായി നമ്മൾ നിലനിൽക്കും. ഹല്ലേലൂയ. എട്ടാമതായി സൗമ്യത, ജെന്റിൽനെസ്. നമുക്ക് ഭയങ്കര ശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ എതിർക്കാൻ നമ്മളെക്കാൾ ശക്തി കുറഞ്ഞതായ ഒരാൾ വരുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടെങ്കിലും ഒരു നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം, ഒരു വിനയം, ഒരു നിയന്ത്രിതമായ വിനയം നമ്മളിൽ നിലനിൽക്കുകയാണെങ്കിൽ അതിനെയാണ് സൗമ്യത എന്ന് പറയുക. പെട്ടെന്ന് ചാടിക്കയറി പ്രതികരിക്കാൻ പറ്റാതെ എല്ലാത്തിനെയും നമ്മളൊന്ന് സൗമ്യതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ശാന്ത സ്വഭാവം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് യേശു പറയുക. യേശുക്രിസ്തുവിൻ്റെ ആ ശാന്തത, ആ സൗമ്യത നമ്മിലേക്കും കടന്നു വരണം. ആ ഫലത്തിലാണ് നമ്മൾ നിറയേണ്ടത്. ഒൻപതാമത് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. അത് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഇച്ഛകളെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ്. സുഭാഷിതങ്ങൾ 25:28 ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണെന്നാണ് പറയുക. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണം, അല്ലേ? ചില ക്രേവിങ്ങുകളൊക്കെ ബോഡിയിൽ കടന്നു വരുമ്പം അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ ഫലം നമ്മിൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ആ ഒരു മേഖല, ആ ഒരു ഗുണം നമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യുക.
അതുകൊണ്ട് ഈ ഫലം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ലഭിക്കുക എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്താ പറയുക പ്രക്രിയകളാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ഫലം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ സഞ്ചരിക്കണം. ഗലാത്യ ലേഖനം 5:16 പഠിപ്പിക്കുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നടക്കണം, ജഡമോഹങ്ങളെ ഒരിക്കലും നമ്മൾ തൃപ്തിപ്പെടുത്തരുതെന്നാണ് ബൈബിൾ പറയുക. അപ്പം ഒന്ന്, ആത്മാവിൽ സഞ്ചരിക്കണം. ജഡമോഹങ്ങളെ നിയന്ത്രിക്കുവാനുള്ള, തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ആത്മനിയന്ത്രണം നമ്മിൽ വരുമ്പം ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നടക്കുവാനുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. രണ്ടാമത്, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:5 പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ ആ മുന്തിരിച്ചെടിയാകുന്ന യേശുക്രിസ്തുവിനോട് ശാഖകളായി നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റും. അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറയുന്ന ഒരു 2-way പ്രോസസ് അവിടെ നടക്കുകയാണ്. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുള്ളപ്പം ആത്മാവിന്റെ ഫലങ്ങൾ മാത്രമേ നമ്മിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. പിന്നീട് മൂന്നാമത്, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരു ആത്മീയ വരൾച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ വരണ്ട ഭൂമിയിൽ എന്ന പോലെ ദൈവമേ അങ്ങയുടെ ആത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു എന്ന് പറയുന്നത് ദാവീദിന്റെ പ്രാർത്ഥനയൊക്കെ നമ്മൾ കേട്ടത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ജീവിതം, എന്താ പറയുക, സാഹചര്യം, നിലവാരം എല്ലാം മാറും. മനുഷ്യന്റെ സ്വഭാവം മാറും, മനുഷ്യന്റെ ബന്ധങ്ങൾ മാറും, മനുഷ്യന്റെ ജീവിതം തന്നെ മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ അർത്ഥമെന്ന് പറയുക, പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതും നമ്മുടെ ഉള്ളിൽ നിന്നും ഈ രൂപപ്പെട്ട ക്രിസ്തുവിന്റെ സ്വഭാവം പുറത്തു വരുന്നതുമാണ്. റോമാലേഖനം 8:29 എങ്ങനെയാണ്? പുത്രന്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപരാകണമെന്നാണ് പറയുക. അതായത് യേശുക്രിസ്തുവിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ സമാധാനം, യേശുക്രിസ്തുവിന്റെ സൗമ്യത, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധി, ഇതെല്ലാം നമ്മളിൽ നിന്നും റിഫ്ലക്റ്റ് ആകും. ഹല്ലേലൂയ. ഫലം വളരുന്നതാണ്, അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അത് സ്പോണ്ടേനിയസ്ലി, എന്താ പറയാ, നമ്മുടെ അകത്തു നിന്നും പുറത്തോട്ട് വരുന്നതാണ്. അതായത് ഫലം നമ്മിൽ നിന്നും സ്വയം വളർന്നു വരുന്നതാണ്, നമുക്ക് എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അത് മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വരം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ദൈവം പെട്ടെന്ന് തന്നെ കൊടുത്തെന്നിരിക്കും. എന്നാൽ ഫലം, ഫ്രൂട്ട് സമയമെടുത്ത് വളരുന്നതാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:5 എന്നിൽ വസിച്ചാൽ എന്ത് ചെയ്യും? ഫലം കായ്ക്കും. ഫലം പുറത്തു കാണുന്ന പ്രവൃത്തിയല്ല, ഉള്ളിലെ മാറ്റത്തിനനുസരിച്ച് പുറത്തു വരുന്നതാണ്. ഹല്ലേലൂയ. ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് വരങ്ങൾ മതി. അത് പ്രവചനപരമാകാം, രോഗശാന്തി വരമാകാം, ഭാഷാപരമാകാം, അങ്ങനെ നിരവധിയായ വരങ്ങളുണ്ട്. പക്ഷെ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു 3 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ? നിന്റെ ഉള്ളിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? നിനക്ക് ആത്മനിയന്ത്രണമുണ്ടോ? പ്രവചനപരം കാണും, ഭാഷാപരം കാണും, രോഗശാന്തി വരം കാണും, മലകളെ മാറ്റിമറിക്കാനുള്ള അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള വരമൊക്കെ കാണും. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതാ ദൈവം ചോദിക്കുന്നത്, നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ? നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിനക്ക് ആത്മനിയന്ത്രണമുണ്ടോ? ഇവിടെ ഈ വരങ്ങൾ, ഗിഫ്റ്റുകൾ ശുശ്രൂഷയിൽ വെളിപ്പെടും, സത്യമാ. എന്നാ ഫ്രൂട്ട്, ഫലം
അത് സ്വഭാവത്തിൽ വെളിപ്പെടും, അല്ലേ? എത്ര വലിയ ആത്മീയനാണെന്ന് പറഞ്ഞാലും അവന്റെ സ്വഭാവം ക്ഷമിക്കാൻ പറ്റാത്ത, കൂടപ്പുറപ്പിനെ പോലെ കൂടെ നിന്നവനെ ചതിക്കുന്ന, സ്നേഹിക്കാൻ പറ്റാത്ത, ഒറ്റപ്പെടുത്തുന്ന, കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന, ഇത് ആത്മാവിന്റെ ഫലമാണോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഗിഫ്റ്റ് ശുശ്രൂഷയിൽ വെളിപ്പെടും, ഫ്രൂട്ട് ഫലം സ്വഭാവത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഈ ഫലം എന്നാണ് പറയുക, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫലം, അല്ലെ? ഫലത്തിനു പകരം ഫലങ്ങൾ എന്നായിരുന്നു എങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് ക്ഷമയില്ല. എനിക്ക് ദയയുണ്ട്, എനിക്ക് കരുണയുണ്ട്, പക്ഷെ എനിക്ക് ആത്മനിയന്ത്രണമില്ല. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. പരിശുദ്ധാത്മാവ് ഇങ്ങനെയല്ല, അല്ലേ? ഈ ആത്മാവിൻ്റെ ഫലം, 9 ഫലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറയാൻ പറ്റൂ. മുഴുവൻ ജീവിതത്തെയും സ്പർശിക്കുകയും മാറ്റുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറയുക. നിങ്ങളൊരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ആപ്പിള് നിങ്ങൾ എടുത്താൽ അതിനകത്ത് മധുരമുണ്ട്, വെള്ളമുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പുളി കാണും, അങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ ഒറ്റ ഫ്രൂട്ടിനകത്താണ് ഇതെല്ലാം നിലനിൽക്കുക. അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, അതിനകത്ത് മിനറൽസ് ഉണ്ട്, അങ്ങനെ എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. എന്ന് പറയുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവ് ആ ഫലം ഒരു വ്യക്തിയിൽ പല ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ആ 9 ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ഇന്ന് നാം ചിന്തിക്കേണ്ടത്, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ, ആത്മാവിനെ നമ്മൾ സ്വീകരിച്ചാൽ എത്ര ആത്മീയ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു എന്നതിലല്ല പ്രാധാന്യം. പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ള ഒരു വ്യക്തിയെ കൂട്ടിമുട്ടിയാൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന, ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയെ നമ്മളെ കാണുന്ന ആളുകൾ നമ്മിൽ നിന്നും യഥാർത്ഥത്തിലുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ, നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. അത് കാണുന്നില്ലെങ്കിൽ, പണമുള്ളവന്റെ പുറകെ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലം തെറ്റാണ്. പാവപ്പെട്ടവനെ പരിഗണിക്കാതെ കടന്നു പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലവും വരവും തെറ്റാണ്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുവാൻ കരുത്തു കാണിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തോ, പണത്തിന്റെ പിന്നാലെ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ള വരമുള്ള വ്യക്തികളെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. വേര് വിശുദ്ധമെങ്കിൽ ശാഖയും വിശുദ്ധമെന്നാണ് ബൈബിള് പറയുക. ക്രിസ്തുവിനെ നിന്നിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം പൂർത്തീകരിക്കപ്പെടുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ നിന്റെ ഫലം വളർത്തണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കോപം, ദേഷ്യമില്ലാത്ത മനുഷ്യരുണ്ടോ? കോപം മാറ്റി സ്നേഹം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഭയം മാറ്റി സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ബലഹീനത മാറ്റി ആത്മനിയന്ത്രണം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയണമേ, അങ്ങനെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. ഈ ഗുണങ്ങളെല്ലാം, ഈ ഫലമെല്ലാം, ഈ വരമെല്ലാം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.